ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ സമരം കൂടുതൽ ശക്തമാകുന്നു. ആപ്പ് പ്രതിനിധികളും സമരക്കാരുമായി സർക്കാർ ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ലെന്ന ആരോപണവുമായി ഇന്നു മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിക്കുകയാണ്. രാവിലെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ ശേഷമാണ് സമരം ശക്തമാക്കിയത്. ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ അനിശ്ചിതകാല സമരം പുതിയ ഘട്ടത്തിലേക്ക് കടന്നു. സർക്കാർ ഇടപെടുന്നില്ലെന്നും ആവശ്യങ്ങൾ പരിഗണിക്കാൻ ഇതുവരെ ചർച്ചയ്ക്ക് പോലും തയ്യാറായിട്ടില്ലെന്നുമാണ് ഡ്രൈവർമാരുടെ ആരോപണം. ഇതോടെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്താൻ തീരുമാനിച്ചത്. രാവിലെ 10 മണിയോടെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലേക്ക് സമരക്കാർ മാർച്ച് നടത്തി. ഈ മാസം 21-നാണ് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. തുടർന്ന് നടന്ന ചർച്ചയിൽ യൂബർ ഒഴികെയുള്ള മറ്റ് ആപ്പുകളുടെ പ്രതിനിധികൾ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്ന് ഭാഗികമായി സമരം അവസാനിപ്പിച്ചു. എന്നാൽ ഉറപ്പു നൽകിയ മാറ്റങ്ങൾ ഇതുവരെ ആപ്പുകളിൽ നടപ്പാക്കിയിട്ടില്ലെന്നാണ് ഡ്രൈവർമാർ പറയുന്നത്. നിരക്ക് പരിഷ്കരണം, ഡ്രൈവർമാരെ തൊഴിലാളികളായി അംഗീകരിക്കൽ, അനധികൃത പിരിച്ചുവിടൽ അവസാനിപ്പിക്കൽ ഉൾപ്പെടെ 11 ആവശ്യങ്ങളാണ് സമരക്കാർ മുന്നോട്ട് വെക്കുന്നത്. ആവശ്യങ്ങളിൽ വ്യക്തമായ തീരുമാനം ഉണ്ടാകും വരെ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.